വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് നാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അവർ എന്നെ കാണാനും കുട്ടികളൊക്കെ കാണാൻ വേണ്ടിയിട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മളെ കൂടെ സ്റ്റേ ആണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗിലെ വിശേഷം. അപ്പം ഇത് പാപ്പുവിൻ്റെ ഗിഫ്റ്റാണ്. എനിക്ക് രണ്ട് ഗിഫ്റ്റുകൾ എന്താണ് ഗിഫ്റ്റ്? മറ്റേ പേസ്റ്റൽ കളേഴ്സ് കിട്ടിയിട്ടുണ്ട്. നിനക്കുണ്ട് നിനക്കുണ്ട്? ഇതിലോ? ആ ആഹാ, എന്താ കാണട്ടെ? ഇങ്ങനെ നെയിം ബീഡ്സ് ആയി. എന്തൊക്കെയാ നോട്ട് അടുത്തേ? ക്ലേയോ? ക്ലേ പോർട്രേറ്റ് പോലത്തെ അങ്ങനത്തെ ക്ലേ കുറെ കളേഴ്സ് പോന്നു. ഇത് നീ കണ്ടിട്ടുണ്ടോ അതിന്റെ മുന്നേ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഇഷ്ടപ്പെട്ടോ? കളേഴ്സ്, പെയിന്റ്. യെസ്. ഓ ചാൻസ് ഉണ്ടോ? ഈ എൻ്റെ മോളെ കുറെ ചാൻസ് ഉണ്ടല്ലോ. എനിക്ക് ഉണ്ടാക്കണം. പാപ്പുനും ചാൻസ് കൊടുക്കണേ. ചാൻസോ? ആ ഇതൊക്കെ വേണ്ട. പാപ്പുനും എനിക്ക് തരുന്നില്ല. ക്യാൻവാസോ? 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 പെയിന്റിങ്ങിന്റെ ക്യാൻവാസ് പോലത്തെ. ആ ഇത് Sheets ആയിട്ട്. ബുക്കാണിത്. ബുക്കാണോ? പെയിന്റ് ചെയ്യുന്ന ബുക്കാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ബ്രഷ് ഇവിടെ ഉണ്ട്, വേണ്ട. കുറെ ഉണ്ട്. ഹായ്. അപ്പൊ ഇതൊക്കെയാണ് ആമയുടെ ഗിഫ്റ്റുകൾ കേട്ടോ. കൊറേ സാധനങ്ങളുണ്ട്. ഇതൊന്നും ഞാൻ എടുക്കൂല. അപ്പം എന്തിനാത്? സൂക്ഷിച്ചു വെക്കാനാ? അതുകൊണ്ട് ഞാനിത് രണ്ടെണ്ണം വെച്ചെടുത്ത് വേറൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. പിന്നെ ഗോൾഡൻ കളർ ഒരു രസമില്ല. ഇതൊന്നും ഒരു കുഴപ്പമില്ല. ഇതിന്റെ കളക്ഷൻ തന്നെ ഉണ്ട്. ആള് ഓക്കെയാണ്. ബട്ടർഫ്ലൈ. ഇത് കമ്മല ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ പിന്നെ വേറെ ഉള്ളത് ഇത് മാത്രമേ ഭംഗിയുള്ളതല്ലോ. വേറെ ഇങ്ങനെ ഒരു വലിയ ഇതായിട്ട് വേർഡ് പോലെ ഉണ്ടാവും. അങ്ങനെ കൊറേ ആമിന്റെ കളറ്, ബുക്സ്. ആ മറ്റേ ഇതൊന്ന് മറ്റേ ഇവള് എല്ലാം ഇനി പാപ്പുന്റെ. എല്ലാം മൊത്തം. അപ്പൊ ഇത് പാപ്പുവിന്റെ കളറാണേ. ഇതിൽ എത്ര കളേഴ്സ് ഉണ്ട്? 6 കളേഴ്സ് ഉണ്ട് അല്ലേ? ഓ ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിന്നെ ഓ ഇത്രയും കളേഴ്സ് ഉണ്ട്. അടിപൊളി. വൈറ്റ് മൂടിയാണ്. വൈറ്റ് കളറാണ്. വൈറ്റ് കളർ ഉണ്ട്. നിങ്ങൾക്കതല്ല. ഓക്കെ. അല്ലല്ല അത് അപ്പുറത്താ. പിന്നെ ആമിക്ക് എന്തൊക്കെ കിട്ടി? പാപ്പുന്റെ എല്ലാം നല്ലോണം എടുത്ത് വെച്ചോ കേട്ടോ. പേസ്റ്റൽ കളേഴ്സ് ആയ ഫാബ്രിക് കാസ്റ്റില്, ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, പിന്നെ കാണിച്ചത് ഇത് നിന്റെ കയ്യിൽ ഇല്ലാത്ത കളേഴ്സ് അല്ലേ? ഇതൊക്കെ ഞാൻ വൈറ്റ് കൊണ്ട് മിക്സ് ചെയ്യുന്ന കളേഴ്സ് ആണ്. കുറച്ച് വലിയ കളേഴ്സ് ആണല്ലോ എല്ലാം. ഇത് നമ്മള് നെസ്റ്റോളി 25 രൂപക്ക് ഒന്നായിട്ട് കിട്ടും. ഇത് മൊത്തത്തിൽ ബൾക്ക്. ഓ അപ്പൊ അടിപൊളിയായി. എന്തായാലും ഇച്ചൂട്ടിന്റെ ഗിഫ്റ്റ് ആണ് ആമിക്കുള്ള. ബിഗ് താങ്ക്സ് ടു ഇച്ചുട്ടി ചേച്ചി. എന്താ അടിപൊളി. കൊറേ സാധനങ്ങളുണ്ട്. ഇത് ഓയിൽ പെയിന്റിങ്ങിന്റെ ബുക്ക് കിട്ടാം. ഓക്കെ. കൊറേ പേജ്. ഇവിടെ അല്ലേ വരയ്ക്കുന്നത്? ഇവിടെ അല്ലല്ലോ. ഇതിൽ ഏത് ഭാഗത്താ വരയ്ക്കുക? ഇവിടെ അല്ലേ? ഇങ്ങനെ കുറച്ച് റഫ് ആയിട്ടുള്ള ഭാഗത്ത് ഇതില് ഇവിടെ. നോട്ടെ ഫ്രണ്ട് എവിടെയാ? ഫ്രണ്ട് നമ്മളിവിടെ ഇരുന്ന് എല്ലാരും ചായ കുടിക്കാൻ. കായ് പതാട്ടി മറിക്കും, ശരീരത്തിൽ മറിക്കും. വൈകുന്നേരത്തെ ചായ കുടി. അവന് സ്കൂൾ വിട്ടു വന്നു. ഹലോ. പാപ്പു ഇവിടെ എനിക്ക് പാപ്പു. ഇത് പാപ്പുന്റെ ചായ അല്ലേ? നിന്റെ ചായ. സോറി പാപ്പു. വീഡിയോ വന്നപ്പോ കഥ പറയാം. അഭിനയിക്കാൻ പറ്റും. അഭിനയം. നീ കഴിച്ചോ? ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ കുടിച്ചു.
ആ വാങ്ങി കുടിക്കില്ല. ഇല്ല ഇങ്ങനെ 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 കുടിക്കാൻ പോയിട്ടുള്ളൂ, കുടിച്ചിട്ടില്ല കേട്ടാ. എനിക്ക് മനസ്സിലാ. സൗണ്ട് എത്തുന്നു. പാപ്പുഷേ ഇതെന്താ സാധനം? എന്തോ സാധനം ഞാൻ കണ്ടിട്ടില്ല. എന്തോ സാധനം നീ കണ്ടിട്ടില്ല? ഇതാരാ തന്നേ? സ്മിതേച്ചി. സ്മിതേച്ചി തന്നതാ? എന്നാ തുറക്ക്, അങ്ങനെ വെക്കരുത്, ഇങ്ങനെ വെച്ച് കൊടുക്ക്. സ്മി ഒന്ന് തുറന്നു കൊടുക്ക്. സ്മിതേച്ചിയല്ല, സ്മിത ആൻറ്റി. ചേച്ചിയല്ല, എന്താ? സ്മിത ആന്റി അല്ലേ? ചേച്ചിയാണോ? ഒന്ന് തുറന്നോ. എന്താ ഇത്? ഇതൊന്നും ഉറങ്ങിയതാ? ഉറങ്ങിയതാ? ഉറങ്ങിയതോ? ഉണങ്ങിയതോ? അല്ല, ഇത് നല്ല ചോക്ലേറ്റ് അതിന്റെ മേലെ. എടുത്തു നോക്ക്, കഴിച്ചു നോക്ക്. അടിപൊളിയാണോ? ഇവിടെ ഇതെന്താണ് പസിൽസ് ഉണ്ടാക്കുക നിങ്ങള്? ലെഗോ പാണ്ട ഭയങ്കര വലുതാ. ഭയങ്കര ചെറിയ സാധനമാണ് അല്ലേ? ഇതെങ്ങനെ ഉണ്ടാക്കി കഴിയോ? അറിയില്ല, പക്ഷേ ഈ മണ്ടന്മാരാണോ എനിക്കറിയില്ല, ഈ ഓട്ട നമുക്ക് തന്നത് തെറ്റാ തോന്നുന്നു. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി ഞാൻ കാണാം കേട്ടോ. ഏത് കുറേ നേരമായിട്ട് കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട്. എന്തായി നിങ്ങളെ ഇതെന്തായിരുന്നു നേരത്തെ പറഞ്ഞത്? ഇതെന്താ ഉണ്ടാക്കിയത്? ഇത് ഉണ്ടാക്കി വരുമ്പോൾ അപ്പോൾ നമുക്കറിയാം ഇതെന്താണ്. ഇത് ഉണ്ടാക്കി വരുമ്പോൾ അങ്ങനെ ഇനി അത് തന്നെയാണോ അല്ല വേറെ എന്തെങ്കിലും ആണോ എന്ന് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നോക്കാം. ശരിക്കും ഇത് correct ആയി. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് പാപ്പനെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇവരുടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കളിയാണ്, നമുക്ക് അത് വേണ്ട. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ചെയ്യാം അല്ലേ പാപ്പു? ശരിക്കും സുദേശി എന്തിനു വന്നതാ? എന്റെ കൂടെ സ്പെൻഡ് ചെയ്യാനാണോ? ഇവരുടെ കൂടെ? ഞാൻ അതെ എല്ലാവരും കൂടി സ്പെൻഡ് ചെയ്യാൻ ഞാൻ വന്നത്. അപ്പന്റെ കൂടെ. അപ്പന്റെ കൂടെ? അപ്പൊ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ ഇവിടെ ഇല്ലല്ലോ. കിട്ടി. കൊറേ നേരമായിട്ട് ഉണ്ടാക്കാട്ടോ. അത് ഇന്ന് നടക്കോ? ഒന്ന് തീരെ പരിപാടി. ഞാൻ പാപ്പുന്റെ കൂടെ. ഇത് തീർന്ന് കഴിയുമ്പോ കാണാം അല്ലേ? പാപ്പ ഉണ്ടാക്കുന്നത് ബ്രിക്സ് ആണ് കേട്ടോ. ബ്രിക്സ് വെച്ചിട്ട് പാപ്പ ഉണ്ടാക്കി. അപ്പോൾ അവരെല്ലാവരും ഫുൾ ബിസിയാണ്. ആമിയും സ്മിയൊക്കെ ആ ഒരു ബ്രിക്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നാട്ടോ. അപ്പം ഞാൻ വന്നിട്ട് കുറച്ച് ഡിന്നറിന് എന്തെങ്കിലും എളുപ്പത്തിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം പുട്ട് ഉണ്ടാക്കി വെക്കാമെന്ന് ഓർത്തു കേട്ടോ. അതിന് വേണ്ടിയിട്ട് വേഗം തന്നെ പുട്ട് റെഡിയാക്കാം. ചിക്കൻ കറിയും അതുപോലെ ഒരു മാങ്ങ കട്ട് ചെയ്ത് വെക്കാം, പിന്നെ പുട്ടും. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഡിന്നറിന് സെറ്റ് ചെയ്യുന്നത്. ഇന്നങ്ങനെ വിചാരിക്കാതെ പ്ലാൻ ചെയ്യാതെ നമ്മൾ സ്റ്റേ ചെയ്യാന്നുള്ളൊരു പ്ലാനിലെത്തിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളും ഞാനും എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ നമ്മളിന്ന് രാത്രി ഒരുപാട് ലേറ്റായിട്ടൊക്കെ ഉറങ്ങാനുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഡിന്നർ എന്താ പറയുക വേഗം റെഡിയായി കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ നമ്മൾ വലിയ മെനു ഒന്നും പിടിക്കാതെ ഈസി ആയിട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. പിന്നെ എനിക്കാണെങ്കിലും പുറത്തത്തെ ഫുഡുകളോടൊന്നും വലിയ താല്പര്യമില്ല. എന്തെങ്കിലും അങ്ങനത്തെ ഫുഡുകൾ, ചെറിയ സിമ്പിൾ ഫുഡ് മതി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനും ഫുഡ് റെഡിയാക്കാനൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പുട്ടുണ്ടാക്കുമ്പോൾ ഇതേപോലെ വെള്ളം ഒഴിച്ച് വെക്കും കേട്ടോ. അപ്പോൾ അജ്മീൻ്റെ പുട്ടിൽ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാപ്പുവിൻ്റെ ബുർജ് ഖലീഫ റെഡി ആയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഇത്രയും വലുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പാപ്പ സ്വന്തം ഉണ്ടാക്കിയല്ലോ? പൊട്ടി 2 പ്രാവശ്യം പൊട്ടിയിട്ടുണ്ട്. ആണോ? അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. നല്ല വലുതാണ് കേട്ടോ. ഇവിടെ കുറെ നേരമായിട്ട് എന്തായിട്ടുണ്ട് നോക്കട്ടെ കേട്ടോ. ഇതെന്താ അവസാനമായി കാണിച്ചു തരുള്ളൂ, ഇപ്പൊ ഒന്നും എടുക്കാൻ അതെ, ഇത് ലാസ്റ്റ് ചാൻസ് ആണ് ഉമ്മാന്റെ. ഇനി വരാൻ പാടില്ല അല്ലേ? പറ്റില്ല. പാടില്ല. വരുന്നോണ്ട് കുഴപ്പമില്ല. ക്യാമറ കൊണ്ട് ക്യാമറ അവിടെ വെക്കരുത്. അതെ, ക്യാമറ വെക്കണ്ട. ഇഷ്ടല്ല. പക്ഷെ ഞങ്ങളത് മാത്രം എടുക്കണം എന്നുള്ളതാണ് അല്ലേ പാപ്പു? അങ്ങനെ ഞാനും സ്മിതാന്റെയും കൂടെ ഉണ്ടാക്കിയ പാണ്ടക്കുട്ടീനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാണ്ട വിത്ത് കറക്റ്റ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇവരുണ്ടാക്കിയ പാണ്ട. ഞാൻ ഇത്ര ഭംഗിയാവുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല കേട്ടോ. അല്ലേ, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. കുറേ സമയം എടുത്തിട്ടോ. 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കി. 1 hour. ഇതെങ്ങനെ പൊട്ടിപ്പോയ ആമി
കരഞ്ഞു പോകും. 1 hourന്റെ മേലെ 6 മണിക്ക് തുടങ്ങിയതാ. എത്ര 8 ആ 7:30 ആ 7 അത്രേ ഉള്ളൂ. 8:11 ഓ അപ്പൊ അത്രയും ടൈം 2 മണിക്കൂറോ? അടിപൊളിയായി. പ്രീസിയസ് ആയത് നമ്മള് വല്ല ലോക്കറിലും എടുത്തു വെക്കണം. 2 മണിക്കൂർ എന്റെ വേസ്റ്റ് ആയി. എന്റെയും വേസ്റ്റ് ആയിരുന്നോ? അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയില്ലേ? അപ്പൊ എങ്ങനെ വേസ്റ്റ് വേസ്റ്റ് ആയില്ല, പക്ഷെ ഇത്രയും ചെറുത്. അടിപൊളിയുണ്ട് എന്തായാലും. സൂപ്പർ രണ്ടുപേരും. അതാ ഇനി അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ചിക്കൻ കറിയും പുട്ടും മാംഗോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കഴിക്കാം. ഓക്കെ, ഞാനാണ് അപ്പോൾ ഫസ്റ്റ് എടുക്കുന്നത്. എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ പുട്ട്, ചിക്കൻ കറി, മാംഗോ ഒക്കെയാണ്. മാംഗോ മാങ്ങ അതൊക്കെ സായി പോലെ സൈപ്പാണെന്ന് പറയാ. ആരും പറയില്ല, നമ്മൾ പറയും. ചിക്കൻ കറി ഇതാട്ടോ. എനിക്ക് നീര് മാത്രം മതി. അതെന്താ അവിടെ കിച്ചണിൽ കൊണ്ടുവെക്കണം. ഒരു നീള മാങ്ങ ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, കറി കറി ഗ്രേവി വെക്കട്ടെ. ഗ്രേവി വെക്കട്ടെ അതിന്റെ മേലെ. നീ എന്തോ ടൈപ്പ് ചെയ്യണം, അതിന്റെ തിരക്കിലാണ്. ഇതാണ് നമ്മുടെ ഡിന്നർ. നമ്മളെല്ലാരും കഴിക്കാൻ വേണ്ടി ഞാനുണ്ട് ഗായ്സ്. എല്ലാരും ഉണ്ട് കറി. ബാബു കഴിച്ചു. ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ. ഗസ്റ്റ് അല്ല, ഫ്രണ്ട്. അതെ, ഞങ്ങളോട് ഹെൽപ്പ് ചെയ്യും. ഞങ്ങളുടെ കൂടെ കഴിക്കൂ അല്ലേ? ഇത് ആമി അടിപൊളിയായിട്ട് കഴിക്കണം. മാംഗോ ഒക്കെ അതിൽ മിക്സ് ചെയ്തോ? മാംഗോ തിന്നു. ഓക്കെ. മാംഗോ മിക്സ് ചെയ്താൽ എനിക്ക് വിയേർഡായെങ്കിൽ എന്നൊരു പേടി. ഞാൻ അങ്ങനെ പുട്ടും ചിക്കൻ കറി ഇഷ്ടപ്പെട്ടോ? നല്ലതാണോ? കഴിക്കാം. ഇങ്ങോട്ട് വാ, ഇനി സെൽഫി എടുക്ക്. ഇങ്ങനെയല്ല, സെൽഫി. ഇങ്ങനെ സെൽഫി സെൽഫി. എല്ലാ ദിവസവും എന്താ എല്ലാം അവിടെ കൊണ്ടുവച്ചത്. എനിക്ക് കഷ്ണക്കാരി കുഴപ്പമുണ്ടോ? സ്മൈൽ പ്ലീസ് പറയുമ്പോ അപ്പൊ എങ്ങനെ സ്മൈൽ ചെയ്യാറ്? പല്ലാണ്. അപ്പൊ ഇങ്ങനെ പല്ല് കാണിക്കൂ അല്ലേ? എന്താ പറയാ, കുരുന്തപ്പല്ല് പറഞ്ഞാൽ കൊന്ത്രപ്പല്ല്. കൊന്ത്രപ്പല്ല്. ഷാളൊക്കെ ഇട്ട് ഇങ്ങനെ ഇതാണ് മറ്റേ മുട്ട് ഇങ്ങനെ എടുത്തിട്ട് അതൊന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആക്ട് ചെയ്താല് നമ്മളിങ്ങനെ സാധാരണ രീതി കഴിക്കുന്ന ഭയങ്കര ആക്ഷൻ ഒക്കെ ചെയ്താ ബാപ്പൊക്കെ ഫോട്ടോ ഒക്കെ വരുമ്പോ അങ്ങനെയൊക്കെ ചെയ്തു. അതൊന്നും ഇല്ല. നിന്നല്ല ഉമ്മാനെ പറഞ്ഞ ഫോട്ടോ ഒന്നുമില്ലേ? നീ പുറത്ത് വന്നില്ലേ? അപ്പൊ ഉമ്മ ഇങ്ങനെ പോസ് ചെയ്തില്ലേ? അതൊന്നും കിട്ടിയിട്ടില്ല ഉമ്മനെ. പപ്പന് മാത്രമേ കിട്ടിയുള്ളൂ. എന്നെ അമ്മ കിട്ടി. കിട്ടിയിട്ടുണ്ട്. എന്നെ കിട്ടിയിട്ടില്ല. പപ്പന് കിട്ടി. ഒരു ഉമ്മച്ചി ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോ ചെലപ്പോ കിട്ടും. നമ്മളെ പണ്ട് കല്യാണത്തിന് പോയ അത് നമ്മളോ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോ എനിക്ക് വലിയ വലിയ കഷ്ണമാണല്ലോ. ഈ ചെറിയ കഷ്ണം കൊണ്ട് ഒന്നുമില്ല അവിടെ. ചിക്കൻ്റെ മുഴുവൻ ഇറച്ചിയാണ്. പിന്നെന്തുണ്ടാവാ? കുറച്ച് എല്ലും ഭയങ്കര നീരാണ്. ഞാൻ ചിക്കൻ ഗ്രേവി എടുത്തിട്ടില്ല. ഞാൻ ചിക്കൻ എടുത്തിട്ടില്ല. ചിക്കനിൽ എനിക്കും ഈ എല്ലൊക്കെ ഉള്ള ഭാഗം ഇഷ്ടം. നാസിക്കും എല്ലുള്ള ഭാഗം. ഞാനും ബബ്ലുവൊക്കെ ആണെങ്കിൽ ബബ്ലുക്ക് ഇത് തികയൂല. ബബ്ലു ചിക്കൻ്റെ ആളല്ലേ എല്ലാ ആഴ്ചയും പറയുന്നത്. ചിക്കൻ നമുക്ക് ഇന്നാലും ചിക്കൻ വാങ്ങിയാലോ, റോസ്റ്റഡ്. എനിക്കൊന്ന് ഫോട്ടോ എടുക്കാൻ നമ്മൾ പണ്ട് കല്യാണത്തിന് പോലെ
ആരെങ്കിലും കല്യാണത്തിന് പോകും. അപ്പൊ ഈ വീഡിയോഗ്രാഫേഴ്സ് ഇങ്ങനെ വരും. ഉണ്ടല്ലോ അങ്ങനല്ല, ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ഭക്ഷണം കഴിക്കുന്നത് എടുത്തിട്ട് ഈ വീഡിയോഗ്രാഫർ പോയാലേ വായിൽ വെക്കുള്ളൂ. അതല്ല വെക്കൂലല്ലോ, ഇയാളെ കടന്നു പോയാലേ വെക്കുള്ളൂ. കുഴച്ചോണ്ടിരിക്കണേ, ഇയാളാണെങ്കിൽ പോവില്ല. സത്യം, ഇത് നമ്മളിങ്ങനെ കുഴക്കും, ഇയാള് പോവൂല. കുഴക്കിലോ അവസാനം ഇയാള് പോകണ്ടല്ലോ, വായിൽ വെക്കുമ്പോഴോ. എന്നിട്ട് വീഡിയോ ഉണ്ടല്ലോ, വീഡിയോ നമ്മളെന്നിട്ട് ഏതെങ്കിലും വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ദൈവമേ ചോടാൻ തോന്നും. ഫോട്ടോ പോസ്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയാണ്. അതല്ല, ലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പോ അതല്ല, അതൊക്കെ കാണിട്ട് ആ വീഡിയോ കാണുമ്പോ അയ്യോ ഈ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ ആലോചിക്കും. അതിനൊരു ഓപ്ഷൻ ഇല്ല, നമുക്ക് കട്ട് ചെയ്തോളാം. അങ്ങനെ രാത്രി നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ട് കേട്ടോ ഉറങ്ങിയതൊക്കെ. ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ട് സ്മി ഇവിടുത്തെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക കേട്ടോ. പോകുന്നതിൻ്റെ മുന്നേ ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പൂക്കളും ചെടികളൊക്കെ ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് അങ്ങനെ നടക്കായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ ആദ്യമായിട്ടപ്പോൾ ഒരുമിച്ച് താമസിക്കുന്നത് കേട്ടോ. മറ്റത് നമ്മൾ കാണും, വല്ലപ്പോഴൊക്കെ കാണും എന്നല്ലാതെ അങ്ങനെ ഒരുമിച്ച് സ്റ്റേ ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ എന്താ പറയുക, ഒരുപാട് സംസാരിച്ചു കേട്ടോ. അപ്പം നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുമ്പോഴായിരിക്കും നമുക്ക് പറഞ്ഞ കഥകളാണെങ്കിലും പിന്നെയും പറയാനും അതുപോലെ ഒരുമിച്ചിരിക്കുന്നതൊക്കെ ഭയങ്കര രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഡേ ആയിരുന്നു. അപ്പം സൂപ്പറായിരുന്നു. അപ്പോൾ ആ ഒരു മൊമെൻ്റൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്മീന്ന് യാത്രയൊക്കെ പറഞ്ഞു പോവാണ്. പിന്നെ ഇനി പോകുന്നതിനിടയ്ക്ക് വല്ലപ്പോഴും കാണുമായിരിക്കും. ഇനി എന്തായാലും സ്റ്റേ ചെയ്യുക എന്നുള്ള ഒരു പരിപാടി ഈ അടുത്ത കാലത്തൊന്നും നടക്കില്ല, എല്ലാവരും ബിസി ആയിരിക്കും. ഇതങ്ങനെ യാദൃശ്ചികമായിട്ട് വന്നതാണ് കേട്ടോ. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തു, എല്ലാവരും ഹാപ്പി ആയിരുന്നു. കുട്ടികളും അതേപോലെ ഞാനും സ്മിയും അടിപൊളിയായിട്ട് നല്ലൊരു ദിവസം സ്പെൻഡ് ചെയ്തു. ഇനി കാണുന്നവരെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഡേ ആയിരുന്നു. അങ്ങനെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇതേപോലെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും അങ്ങനെ ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് അത് അടിപൊളിയാണ്. അപ്പോൾ അത് പാപ്പ വന്നിട്ട് ഇടയ്ക്കൊരു ഇതൊക്കെ കാണിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. എനിക്കങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഇല്ല കേട്ടോ, ഉള്ളത് കുറച്ച് ആൾക്കാരാണ്. പക്ഷേ അതിൽ സ്മിയും ഒക്കെ കുറച്ച് പേരുണ്ട്. അങ്ങനെ അതിൽ സ്മി ഞാൻ എപ്പോഴും എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട്. ഡെയിലി വിളിക്കണം എന്നില്ല, അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഉണ്ടാവണമെന്നൊന്നുമില്ല. ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ആ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ പോകുന്ന സമയത്ത് നമുക്കൊരു മിസ് ചെയ്യും. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഇനിയും മീറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു നല്ല ദിവസമൊക്കെ സ്പെൻഡ് ചെയ്തു. ബായ് പറയാതെ കേട്ടോ. കടിയനാണത്? കടിയൻ ആണോ? കടിയനാണോ?